ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി UDFിൻ്റെ ഘടകകക്ഷിയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വെൽഫെയർ പാർട്ടിയെ ഘടകകക്ഷിയാക്കുമെന്ന് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇതുവരെയും നടന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസോസിയേറ്റ് അംഗമാക്കാൻ സാധ്യതയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ, അവരുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയെ എന്നാണ് അറിയുന്നത്. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് അനുസരിച്ച് കൂടുതൽ പാർട്ടികൾ UDFിനോടൊപ്പം ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് വെൽഫെയർ പാർട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. PV അൻവറുടെ പാർട്ടിയെക്കുറിച്ച് മാത്രമാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. എന്നാൽ വെൽഫെയർ പാർട്ടിയെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDFിൻ്റെ ഭാഗമാക്കണം എന്നാണ് നേരത്തെ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടത്. എന്നാൽ അത് നടന്നില്ല. നടത്താം, ചെയ്യാം എന്ന് അന്ന് ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ നീണ്ടു പോയി. അവസാനം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നു. ഇത് കഴിയട്ടെ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിനെ, മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായി മാറിയിട്ടുണ്ട്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ആശയപരമായ നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമവും ചാനലായ മീഡിയ വണ്ണുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും സമ്മതിച്ച കാര്യം തന്നെയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്. ഒരു 4 വരി ഫേസ്ബുക്ക് പോസ്റ്റ്, അത്രയേ ഉള്ളൂ. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിലെ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം C ദാവൂദ് നടത്തിയ പ്രസ്താവന, കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന, അതുമാത്രം മതി. ആ 4 വരി എത്രമാത്രം പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ എന്നറിയാൻ. എന്താണ് ആ 4 വരി? അതിങ്ങനെയാണ്: കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോ? തീർച്ചയായും ഇല്ല. ആർക്കും സംശയമില്ല. ഇസ്ലാമോഫോബിയ ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ ചർച്ചയാക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ പൂർണ്ണമായ അർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല എന്നാണ് M ശിവപ്രസാദ് പറയുന്നത്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോ? തീർച്ചയായും ഇല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോട് ഫോബിയ തീർച്ചയായും ഉണ്ട്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോട് ഫോബിയ തീർച്ചയായും ഉണ്ട് എന്ന്. അത് സത്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയോട് ഫോബിയ ഉണ്ട്. അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്കോ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർക്കോ അല്ല. അത് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് സമസ്തയിൽപ്പെട്ടവർക്കാണ്. സമസ്ത പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ല എന്ന്. ഇനി സമസ്ത പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നവർക്കും വോട്ടില്ല എന്നാണ്. അത് പറയുമോ എന്നതാണ് ഇനി കാണേണ്ടത്. അതും പറയേണ്ടി വരും സമസ്തയ്ക്ക്. സമസ്തയ്ക്കകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സമസ്തയാണ് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടന. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ സമസ്ത പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിക്ക് വോട്ടില്ല എന്ന്. അതോടൊപ്പം സംസ്ഥയിൽ 2 വിഭാഗമുണ്ടല്ലോ, മുസ്ലിം ലീഗിനോട് ഒപ്പം നിൽക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും. 2 വിഭാഗവും ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവ് സമസ്തയെ തന്നെ ഇല്ലാതാക്കും, സമസ്തയെ ചിതലരിക്കും പോലെ അരിച്ച് ഇല്ലാതാക്കും എന്നാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞത്. അതേപോലെ സമസ്തയോട് കൂട്ടുകൂടിയാൽ അത് സർവനാശത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് അബ്ദുൽ ഫൈസി അമ്പലക്കടവ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇരുവിഭാഗവും, സമസ്തയിലെ ഇരുവിഭാഗവും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരാണ്. വലിയ വിമർശനം ഉയർന്നു വന്നു. പാണക്കാട് തങ്ങളാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതും പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ വെച്ച്. അതും സമസ്തക്കകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമസ്തയിലാണ് ജമാഅത്തെ ഇസ്ലാമോഫോബിയ ഏറ്റവും കൂടുതൽ ഉള്ളത്. സമസ്തയുടെ AP വിഭാഗത്തിലും EK വിഭാഗത്തിലും ഈ ഫോബിയ നന്നായിട്ട് ഉണ്ട്. അത് കേരളത്തിലുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഫോബിയ കേരളത്തിലുമുണ്ട്. ശക്തമായ വിമർശനം പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ
ജമാഅത്തെ ഇസ്ലാമിയുടെ MLA നിയമസഭയിലുണ്ടാകും, ചിലപ്പോൾ മന്ത്രിസഭയിലും ഉണ്ടാകും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുക, UDF പിന്തുണ നൽകുക, അങ്ങനെ നിയമസഭയിൽ എത്തിക്കുക, ഇതാണ് ഇപ്പോഴത്തെ അജണ്ട. അതുപോരാ, വെൽഫെയർ പാർട്ടിയെ അംഗീകരിക്കണം, UDFന്റെ ഭാഗമാക്കണം എന്ന ആവശ്യവും ഉയർന്നു വരുന്നുമുണ്ട്. അങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമിയ ഫോബിയ കേരളത്തിലും വളർന്നു വരുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇസ്ലാമോഫോബിയ അത് ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഫോബിയ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ. മെല്ലെ മെല്ലെ അത് കേരളത്തിലെ മറ്റു ജനവിഭാഗങ്ങളിലേക്കും പരന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് SFI നേതാവിൻ്റെ ഒരു 2 വരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രമാത്രം ജമാഅത്തെ ഇസ്ലാമിയെ പിടിച്ചു കുലുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിൻ്റെ ഓൺലൈൻ പതിപ്പിൽ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്. അതിൽ പരാമർശിക്കുന്നത് M ശിവപ്രസാദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ്. ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഇസ്ലാമോഫോബിയയിൽ നിന്ന് പുറത്തു കടന്ന മാന്ത്രിക സ്ഥലമോ കേരളം എന്ന ചോദ്യം ചിഹ്നത്തോടു കൂടിയാണ് തലക്കെട്ട്. കേരളത്തിലെ ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു സാങ്കേതിക വിദ്യ നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും തമ്മിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന വിഭജനമാണ്. മതേതര ലിബറൽ വാദങ്ങളിലും തീവ്ര ഹിന്ദുത്വ വാദങ്ങളിലും ഈ ചട്ടക്കൂട് കാണാം. രാഷ്ട്രീയമില്ലാത്തവനും സാംസ്കാരികമായി അനുസരണയുള്ളവനും നിശബ്ദനുമായ മുസ്ലിമിനെ മാത്രമേ അത് അംഗീകരിക്കുന്നുള്ളൂ. എന്നാൽ അവകാശങ്ങൾ, അന്തസ്സ് അല്ലെങ്കിൽ സ്വയം നിർണയാവകാശം എന്നിവ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മുസ്ലിം സംഘടനയെയും ഒറ്റപ്പെട്ട വ്യക്തികളെയും തീവ്രവാദിയെന്നോ മൗലികവാദിയെന്നോ വർഗീയവാദിയെന്നോ മുദ്രകുത്തുന്നു. നല്ല മുസ്ലിം അനുസരണയുള്ള മുസ്ലിമാണ്. പാർശ്വവൽക്കരണത്തെ ചെറുക്കുന്നവനാണ് ചീത്ത മുസ്ലിം. അഫ്താബ് ഇല്ലത്ത് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയ ലേഖനമാണ്. എന്താണ് ഇസ്ലാമോഫോബിയ, അതെങ്ങനെയാണ് പിടിമുറുക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു ഈ ലേഖനത്തിൽ. അതിനുശേഷം പറയുകയാണ്: SFI നേതാവ് ശിവപ്രസാദിന്റെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഇല്ല എന്ന വാദം അതിനെ പരസ്യമായ തെരുവിലെ അക്രമമായി മാത്രം ചുരുക്കുന്ന ഉപരിവിപ്ലവമായ ഒരു നിർവചനത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. എന്നാൽ ഇസ്ലാമോഫോബിയ എന്നത് വംശീയവൽക്കരണത്തിന്റെ ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം M ശിവപ്രസാദിൻ്റെ ആദ്യത്തെ വരി മാത്രം എടുത്തുകൊണ്ട് വലിയ ചർച്ച നടത്തുകയാണ് ചെയ്യുന്നത് മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും. അതിൽ 2ാമത്തെ വരി മനഃപൂർവ്വം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രചാരണം നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഫോബിയയാണ് കേരളത്തിലുള്ളത് എന്ന വാചകം ബോധപൂർവം മറച്ചു പിടിച്ച് മറ്റൊരു തലത്തിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ മാധ്യമവും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചെയ്യുന്നത്. കാരണം ഒരു SFI നേതാവിൻ്റെ 2 വരി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയെ തന്നെ, മുസ്ലിം ലീഗിനെയും UDFനെയും നയിക്കുന്ന, ആശയപരമായി നയിക്കുന്ന സംഘടനയെ തന്നെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്ന് സാരം.